നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും വിധത്തിൽ ശാപഗ്രസ്തമായി നാം തീർന്നിട്ടുണ്ടെങ്കിൽ കർത്താവ് പറയുന്നു, നിന്റെ ശാപഗ്രസ്തമായ അവസ്ഥയിൽ നിന്ന് നിനക്കൊരു പുതുജീവൻ നൽകുവാൻ വേണ്ടി, നിനക്കൊരു പുതിയ നാമം നൽകുവാൻ വേണ്ടി കർത്താവ് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ നഷ്ടപ്പെട്ടു പോയ തേജസ് നൽകുവാനായിട്ടാണ് കർത്താവായ യേശുക്രിസ്തുവും കാൽവരിയുടെ മഹോന്നതങ്ങളിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നത്. ഈ ലോകത്തിൽ നമുക്കൊന്നും ചെയ്യുവാനായിട്ട് കഴിയാതിരുന്ന സ്ഥാനത്ത്, നമ്മുടെ ജീവിതത്തിൽ നിരാശയും ദുഃഖവും പേറിപ്പോയതായ സാഹചര്യത്തിൽ യേശു തമ്പുരാൻ സ്വർഗം ചായ്ച്ച് ഇറങ്ങി വന്നിട്ട് അവൻ നമ്മളെ അനുഗ്രഹിക്കുകയാണ്. ഇന്ന് കർത്താവ് പറയുന്നത്, ശാപഗ്രസ്തമായ അവസ്ഥയിൽ നിന്ന് നിനക്ക് വേണ്ടി ഞാനൊരു പുതുമുള, ഞാനൊരു പുതിയ ജീവൻ നൽകുകയാണ്. അതാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ചൈതന്യം, അതാണ് യേശുക്രിസ്തുവിൻ്റെ വിടുതൽ. ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ വചനത്തിന് കീഴിലായിരിക്കുന്ന ദൈവമക്കളെ, അത്തിയാകുന്ന നിന്നെ, ശാപഗ്രസ്തമായ നിന്നെ യേശുക്രിസ്തു വീണ്ടെടുത്തത് നിന്നിൽ ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടി തൻ്റെ അവസാന തുള്ളി രക്തം വരെയും കാൽവരിയുടെ മഹോന്നതങ്ങളിൽ കർത്താവ് നമുക്ക് വേണ്ടി ഊറ്റി തന്നിട്ടുണ്ട്. ആ രക്തത്തിൽ അഭയപ്പെട്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഒന്ന് പുതുക്കുവാനായിട്ട് കഴിയണം. അത്തിയാകുന്ന അത്തിവൃക്ഷത്തെ പോലെ മനുഷ്യ ജീവിതങ്ങൾ ഇന്ന് തളിർക്കാതിരിക്കുകയല്ല, ഫലം പുറപ്പെടുവിക്കുന്ന അവസ്ഥയിലേക്ക്, ക്രിസ്തുവാകുന്നതായ നല്ല ഫലം പുറപ്പെടുവിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറ്റിപ്പെടേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് നമ്മുടെ ജീവിതത്തേക്ക് നമുക്ക് തന്നെ ഒന്ന് ചിന്തിക്കാനായിട്ട് ഇടയാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഫലം പുറപ്പെടുവിക്കുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടോ? ശാപഗ്രസ്തമായ അവസ്ഥയിൽ നിന്ന് വിടുതലിൻ്റെ സന്ദേശം നമുക്ക് ലോകത്തിന് കൊടുക്കുവാനായിട്ട് കഴിയുന്നുണ്ടോ? അത്തിവൃക്ഷം തളിർക്കുമ്പോൾ വേനൽ അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്.